പരിപാടി എല്ലാം കഴിഞ്ഞു. ഞാൻ വിന്നറിനെ ആക്സെപ്റ്റ് ചെയ്ത് മൂവ് ഓൺ ചെയ്യാൻ അടുത്ത ഷോയിലേക്ക് പോകാറുള്ളൂ. പക്ഷെ എന്നാൽ പോലും ഞാൻ പറയാം, നമുക്കൊരു ചെറിയ പെർസെൻറ്റ് ഓഫ് ആൾക്കാർ ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഇന്നിപ്പോൾ ഒരു സ്ക്രീൻഷോട്ടൊക്കെ ഇങ്ങനെ പുറത്ത് വരുന്നുണ്ട് PR നടന്നതിൻ്റെ, അതിനെക്കുറിച്ചിട്ട് എന്താ പറയുക? അത് ഞാനില്ല ആ ഗ്രൂപ്പിൽ. ഗ്രൂപ്പുകൾ ആർക്കും വേണേൽ ഉണ്ടാക്കാം, മനസ്സിലായി. അവിടെ എന്തെങ്കിലും നടക്കാം, ആ ഗ്രൂപ്പിൽ നടക്കുന്ന ചാറ്റുകൾ എന്തോ ആവാം. അതിൽ പക്ഷേ അവർ ബ്ലെയിം ചെയ്തത് ഞാൻ ചെയ്തു എന്നാണ്. അപ്പോൾ ഞാൻ ചെയ്തില്ല എന്ന് പറയാൻ അവരിൽ ഒരു പ്രൂഫില്ല. അപ്പോൾ അത് ഏതെങ്കിലും ഗ്രൂപ്പിൽ വന്ന ഏതെങ്കിലും ചാറ്റ് വെച്ചിട്ടല്ല നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ പിന്നെ അനുമോള് ബാലൻസ് പൈസ തന്നു, അത് ആരുടെയും കൺസേൺ അല്ലല്ലോ. അത് ഞാനും അനുമോളായിട്ട് എന്ത് ഡീലിങ്സ് ഉണ്ടെങ്കിലും, അത് ഞങ്ങളിപ്പോൾ സൗഹൃദപരമായിട്ടുള്ള ഡീലിങ്സ് ആണെങ്കിലും ഫിനാൻഷ്യൽ ഡീലിങ്സ് ആണെങ്കിലും, അത് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊരു അഡ്വാൻസ് തന്നതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചായിരുന്നു. അതൊരു ഫണ്ണായിട്ടുള്ള കാര്യമാണ്. എനിക്ക് കൈനീട്ടം പോലെ തന്ന സാധനം ഞാൻ കാണിച്ചു, ഇതാണ് എനിക്കന്ന് അഡ്വാൻസ് കാണിച്ചു. അതൊരു ഫണ്ണായിട്ടാണ് ഞാൻ കാണിച്ചത്. ഓക്കെ, പിന്നെ ഇത് ഞാനൊരു പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ നല്ലൊരു സുഹൃത്തും കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഡീലിങ്സ് എന്തോ ആണെങ്കിലും അത് ആ ഒരു സീക്രസിൽ അവിടെ നിൽക്കും. അല്ലാതെ ഇത് എന്തായാലും 16 ലക്ഷമോ 10 ലക്ഷമോ 15 ലക്ഷമോ ഒന്നുമല്ല, അത് ഞാൻ ഉറപ്പ് തരാം. പക്ഷേ സീസൺ 7 ഏറ്റവും കൂടുതൽ കേട്ട 2 പേരുകളാണ്, ഒന്ന് ലാലേട്ടൻ, ഒന്ന് PR വിനു. അത് എങ്ങനെ എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. അതെനിക്ക് നല്ലതാണ്. ഞാൻ 2 ദിവസം ഞാനിപ്പോൾ ഫോൺ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഡാഷ്ബോർഡിൽ 70 മില്യണൊക്കെ കാണുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമുക്ക് ഇപ്പോൾ പുറത്തിറങ്ങുമ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാവുന്ന ആൾക്കാർ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവരും അറിയുന്നുണ്ട് നമ്മൾ. പിന്നെ എനിക്ക് ആകെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തല്ലാനാണോ നോക്കുന്നത് അല്ലെങ്കിൽ സ്നേഹം കൊണ്ടാണ് നോക്കുന്നത് അറിയില്ല. ശരിക്കും അതൊരു പോസിറ്റീവ് ആയല്ലോ. 8ലും PR വിനുവിൻ്റെ പേരുകൾ ഞാൻ ബിഗ് ബോസ് PR ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളല്ല. ഒന്നാമത്തെ കാര്യം, ഞാനൊരു ഫിലിം ഡയറക്ടറാണ്. അപ്പോൾ എൻ്റെ നീഷ് കുറച്ചും കൂടി വലുതാണ്. സോ PR എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന ജസ്റ്റ് ഒരു പാർട്ട് ടൈം സാധനം മാത്രം. മൈലേജ് ആണല്ലോ, ഒരു കിക്കല്ലേ, ലൈക്ക് ആണ്. പക്ഷെ എന്നാൽ പോലും ഇതിൽ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു അൺഫെയർ ആയിട്ടുള്ള പല രീതിയിലുള്ള കമൻറ്റ്സ് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത്ര ഞാൻ ഹാപ്പി അല്ല. ബിക്കോസ് ഞാൻ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്നതെന്ന് വെച്ചാൽ